ഇന്നലെ തന്നെ ഞാൻ വിശദീകരിച്ചിരുന്നു. നമ്മളതിനെ മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതില്ല. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ പോലും അത്തരത്തിലുള്ള എന്തെങ്കിലും ആരോപണങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല. ഞാൻ ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നു. നമുക്കിപ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്നവരും പല കാരണങ്ങളാൽ സുഹൃത്തുക്കളായി ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഒരേ നാട്ടുകാരാകുമ്പോൾ ഒരു സൗഹൃദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കണക്കാക്കും. സത്യത്തിൽ ആശയപരമായി വിയോജിക്കുമ്പോഴും അങ്ങനെ ഒരു തലം നിലനിൽക്കുന്നത് നല്ലതാണ്. ഇതൊന്നും വ്യക്തിപരമല്ലല്ലോ. ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രശ്നം, നിലപാടുകളെയും അഭിപ്രായങ്ങളെയും രാഷ്ട്രീയത്തെയും എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നതിന് പകരം വ്യക്തിപരമായി ആക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്യുക എന്നൊരു തെറ്റായ ശൈലി വളരെ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലത്ത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനൊരു ഉദാഹരണത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അത് തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. വ്യക്തി എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുന്നതിന് പകരം രാഷ്ട്രീയ വിയോജിപ്പുകൾ, അഭിപ്രായ ഭിന്നതകൾ അത് ആ തലത്തിൽ നിലനിർത്തുന്നതാണ് നല്ലത്. അത് ഞാനിപ്പോൾ പൊതുവെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ പറഞ്ഞു വന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ പറഞ്ഞ വിഷയത്തിലും അതിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണുള്ളത്. അത് ഏതെങ്കിലും തരത്തിലൊരു തർക്ക കാര്യമാക്കേണ്ടതുമില്ല, ഒരു തർക്ക വിഷയമാക്കേണ്ടതുമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഷൗക്കത്തോടെ പോയിട്ടില്ല എന്നതുകൂടി അത് അങ്ങനെ നമ്മളതങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പോയതിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ച ഒരു ഘടകമല്ല. ഞാൻ പറഞ്ഞില്ല ഇന്നലെ, അത് അത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല, ഞാനത് അന്വേഷിക്കുന്നുമില്ല. അതെൻ്റെ ഒരു പ്രശ്നമല്ല. അല്ലെങ്കിൽ ഞങ്ങളത് ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്ത് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമേ അല്ല. ഇന്നലെ അവിടെ തമ്പുരാൻകുന്ന് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത്. അവിടെ 9 മണിക്കൊരു യോഗം തീരുമാനിച്ചിരുന്നു. വലിയ യോഗം. അവിടെ ഒരു നഗറാണ്, ആ നഗറുമായി ബന്ധപ്പെട്ടുള്ളൊരു യോഗം തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുക്കേണ്ടി വരും. ഞാൻ മഹാകുടുംബ സംഗമങ്ങളിൽ ചിലതിലൊക്കെ പങ്കെടുത്ത് അവിടെ പങ്കെടുക്കാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിനിടയിൽ ആണ് വീട് സന്ദർശിച്ചത്. ഇതിനു മുൻപ് തന്നെ ഇടക്കരയിൽ പോയപ്പോൾ, പക്ഷെ അത് പകൽ സമയത്തായിരുന്നു. അപ്പോൾ പ്രകാശേട്ടൻ്റെ ഭാര്യ ജോലി സ്ഥലത്തായതുകൊണ്ട് അപ്പോൾ പിന്നെ പോയില്ല. ഇന്നലെ സാഹചര്യം വന്നപ്പോൾ പോയി കണ്ടു, സൗഹൃദം പുതുക്കി സംസാരിച്ചു എന്നേ ഉള്ളൂ. അതിലെനിക്ക് മറ്റു കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാനില്ല. ഈ അവസാന ലാപ്പിലെത്തില്ലേ കുറെ കൂടി കൂടുതൽ വ്യക്തി ആക്രമണങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആ തരത്തിലൊക്കെ ഒരു നീക്കം ഉണ്ടാകും? അല്ല, അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ. അതിനൊന്നും എല്ലാറ്റിനും അങ്ങനെ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല.